കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഇൻചാർജ് KC ബൈജുവിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനിതാ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന പരാതിയിലാണ് ജീവനക്കാരുടെ ആവശ്യം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഇൻചാർജ് KC ബൈജുവിനെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. IT വിഭാഗത്തിലെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്ന പരാതിയെ തുടർന്നാണ് ജീവനക്കാർ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രപതി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, UGC എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. ജീവനക്കാരിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ജീവനക്കാരിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ചേർന്ന സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ സാങ്കേതിക തടസ്സം വന്നതിനെ തുടർന്ന് KC ബൈജു ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഈ പ്രശ്നം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കുകയായിരുന്നു. തുടർന്ന് മാനസികമായി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെയാണ് ഇപ്പോൾ അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒന്നെങ്കിൽ VC മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്, ഇല്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് അധ്യാപക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി, ദിസ്ന, ഇതിനു മുൻപും ജീവനക്കാരോട് ഇദ്ദേഹം മോശമായി പെരുമാറുന്ന ഒരു പ്രവണത വച്ചു പുലർത്തിയിരുന്നു എന്നുള്ള ഒരു ആരോപണവും വരുന്നുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ സംഘടനകളൊക്കെ തന്നെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഒരു തുടർ നടപടി പ്രതീക്ഷിക്കാമോ? തീർച്ചയായും KC ബൈജുവിനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. മാനസിക സമ്മർദ്ദം മൂലം ഈ ജീവനക്കാരെ തലകറങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാനസികമായി തന്നെ അധിക്ഷേപിച്ചു എന്നതാണ് ജീവനക്കാരുടെ പരാതിയിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അധ്യാപക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമര പരിപാടികളുമായി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ആവശ്യം. ഇവിടെ സൂചിപ്പിക്കേണ്ടത് VC ഇൻചാർജ് മാപ്പ് പറയണമെന്നാണ് ജീവനക്കാരുടെ സംഘടന പറയുന്നത്. പക്ഷേ ഈ തൊഴിലിടങ്ങളിലെ മാനസിക പീഡനം പോലീസ് കേസാക്കാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വനിതാ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന പരാതിയിൽ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ ഈ ജീവനക്കാർ? നിലവിൽ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ആദ്യം തന്നെ ഇവർ പരാതി രാഷ്ട്രപതി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, UGC എന്നിവർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ ആദ്യം തന്നെ വൈസ് ചാൻസലറോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണം എന്നൊരു കാര്യമാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത ഒരു നടപടി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ അധ്യാപക സംഘടനകൾ. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.